അപ്പോൾ ഇതിന്റെ ഒരു അന്തിമ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ കഞ്ഞിയിൽ ആദ്യമായിട്ട് പാറ്റ വീണു. മോദിയുടെ കഞ്ഞിയിൽ പാറ്റ വീണു. അത് തന്നെയാണ് മന്ത്രി കെ മുരളീധരനും ഇന്ന് പറഞ്ഞത്. തെരുവിൽ ജൻസി കത്തിപ്പടർത്തിയ പ്രക്ഷോഭം സഭയ്ക്കുള്ളിൽ കത്തിച്ചു നിർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞതോടെ കേന്ദ്ര സർക്കാരിന്റെ സകല കണക്കുകൂട്ടലും തെറ്റിച്ചതായി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഭരണമാറ്റങ്ങളുടെ ചരിത്രപഥങ്ങളിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾ എന്നും നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും എന്നാൽ അത്തരം സമരങ്ങൾ കേവലം തെരുവുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ യഥാർത്ഥ വിജയത്തിലെത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പിന്തുണയും ഇടപെടലും അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ തലമുറയായ ജൻസി യുവത്വം തെരുവിലുയർത്തിയ ആവേശകരമായ പ്രക്ഷോഭങ്ങളുടെ ഇമ്പാക്റ്റും രാഷ്ട്രീയ മാനങ്ങളും പാർലമെന്റിനുള്ളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം കൊണ്ടാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. യുവജനങ്ങളുടെ വികാരത്തെയും പ്രക്ഷോഭങ്ങളുടെ രോഷത്തെയും ഭരണകൂടത്തിന്റെ മുന്നിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവതരിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം തീർത്ത ഈ അഭേദ്യമായ പ്രതിരോധം മോദി സർക്കാരിനെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കി. ജനവിരുദ്ധമായ നിയമങ്ങളും ബില്ലുകളും സഭയിൽ അനായാസമായി പാസാക്കിയെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിക്കാൻ ഈ സംയുക്ത പോരാട്ടത്തിന് കഴിഞ്ഞു. തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെ നരേന്ദ്രമോദി സർക്കാരിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയെന്നും ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെ ഇത് തകിടം മറിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരാനിരിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഊർജ്ജവും ഐക്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും വർഗീയ ജനവിരുദ്ധ ഭരണത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചെറുപ്പക്കാരുടെ മുന്നേറ്റം പല കാലഘട്ടങ്ങളിലും ഭരണത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പഴയകാല സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമരങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഭരണമാറ്റത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പല സമരങ്ങളും വിജയിച്ചുവെങ്കിലും ആ വിജയങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായങ്ങളാണ്. ഞങ്ങൾ ഭരിച്ച കാലത്ത് ഞങ്ങൾക്കെതിരായി ഉണ്ടായ വിദ്യാർത്ഥി സമരങ്ങളിൽ അണ്ണാ ഹസാരയുടെ സമരം ഉൾപ്പെടെ, അദ്ദേഹം വിദ്യാർത്ഥിയല്ല, പ്രായം ചെന്ന ആളായിരുന്നു, അണ്ണാ ഹസാരയുടെ സമരത്തിൽ ഉൾപ്പെടെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോ യുവാക്കളുടെ മുന്നേറ്റം അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. ഇവിടെ ഇന്ത്യ സഖ്യം ഒരുമിച്ചാണ് മുന്നേറിയത്. ഇന്ന് പല വാർത്താ ചാനലുകളിലും കണ്ടത് ഇന്ത്യ സഖ്യം ഒന്നായി. അതുകൊണ്ട് ഈ ജൻസിന്റെ സമരമാണ് നടന്നതെങ്കിലും അതിന്റെ ഒരു പ്രേരക ശക്തി, അതായത് തെരുവിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ ഇമ്പാക്ട് സഭയിലുണ്ടാക്കിയത് ഇന്ത്യ സഖ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത. ഇപ്പോൾ പഴയൊരു ചരിത്രം കേരളത്തിൽ പരിശോധിച്ചാൽ 67-69 കാലത്ത് EMS സർക്കാരിനെതിരായി നടന്ന സമരങ്ങൾ അന്ന് നടത്തിയത് യൂത്ത് കോൺഗ്രസും KSU ആണ്. പക്ഷേ ആ സമരത്തിന്റെ അലയൊലി നിയമസഭയിൽ ഉണ്ടാക്കിയത് കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള 9 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന അന്നത്തെ പ്രതിപക്ഷമായിരുന്നു. അപ്പോൾ യുവാക്കളുടെ മുന്നേറ്റത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയും ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ ജൻസി സമരം വിജയിച്ചതിന്റെ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് സഭയിൽ ഒരു ബില്ല് പോലും പാസാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഗവൺമെന്റ് ഉണ്ടാക്കി. അത് ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നു. അതുകൊണ്ട് ഇതിനെ തീർച്ചയായിട്ടും യുവാക്കളുടെ ഇപ്പോ പാറ്റ, അതാണല്ലോ പാറ്റ. അപ്പോൾ ഇതിന്റെ ഒരു അന്തിമ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ കഞ്ഞിയിൽ ആദ്യമായിട്ട് പാറ്റ വീണു. കാരണം ഇവര് അധികാരത്തിൽ 2014 അധികാരത്തിൽ വരുമ്പോൾ രാജ്നാഥ് സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നോ റെസിഗ്നേഷൻ. അവര് ഞങ്ങളുടെ ഭരണപീരിയൽ നോ റെസിഗ്നേഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ ആദ്യത്തെ റെസിഗ്നേഷൻ നടന്നു. അല്ല, നിങ്ങൾ പിണറായി വിജയന്റെ അഭിപ്രായം നോക്കണ്ട. അദ്ദേഹത്തിന്റെ മനസ്സ് BJPയിലും ശരീരം CPMലുമാണ്. അതുകൊണ്ട് അത് ഇതിൽ കൂട്ടണ്ട. പക്ഷെ അഖിലേന്ത്യാ തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഇന്ത്യ സഖ്യവും അവർ CPI ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഭാഗമാണ്. അവരെല്ലാം ഒരുമിച്ച് നിന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും മാർച്ച് നടത്തും.
ഭരണകർത്താക്കളുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇനിയും മാർച്ച് നടത്തില്ലേ? ഇന്നലെ BJP-കാരൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി CPM-ന്റെ മാർച്ച് ഉണ്ടാവും. അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എവിടെ പോകണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതാത് പാർട്ടികൾക്ക് വിട്ടുകൊടുക്കല്ലേ എന്നല്ലേ. പക്ഷേ ഇന്ത്യ സഖ്യം യോഗം ചേർന്നപ്പോൾ ജന്തർ മന്ദർ സമരം ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത് ഏറ്റെടുത്തു. നമ്മൾ അതിനൊരു കൂട്ടായ്മയായി കാണും. കാരണം അടുത്ത 2 വർഷം ഇലക്ഷന്റെ ഒരു തയ്യാറെടുപ്പാണ്. ഇന്ത്യ സഖ്യം ജയിക്കണം. അതിന് അവശബ്ദങ്ങൾ ഉണ്ടാക്കാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരെയും ചുമതലയാണ്.